മനുഷ്യർക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരു പരിധിയും ഒരു ലിമിറ്റുമൊക്കെ ഉണ്ട്. നമ്മെ എത്രത്തോളം അവർ സ്നേഹിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മളോടുള്ള വിശ്വസ്തതയും. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും വിശ്വസ്തതയ്ക്കും മനുഷ്യൻ സ്നേഹിക്കുന്നത് പോലെ അല്ല. തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന്. നമുക്കറിയാം, ഒരു മനുഷ്യന് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുന്നതിനും നമ്മളെ വിശ്വസിക്കാൻ സാധിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നിലച്ചു പോകും. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു അവിശ്വസ്തത വന്നു കഴിഞ്ഞാൽ നമ്മളോടുള്ള വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടും. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. നമ്മൾ എത്ര ദൈവത്തെ സ്നേഹിച്ചാലും, നമ്മൾ എത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അനന്തമാണ്. എന്ന് പറഞ്ഞാൽ പരിധികൾ ഇല്ലാത്തതാണ്. അതുപോലെ നമ്മൾ എത്ര വിശ്വാസവഞ്ചന കാണിച്ചാലും, ദൈവത്തിൽ നിന്ന് എത്ര അകന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാലും ദൈവത്തിന് നമ്മളോടുള്ള ആ വിശ്വസ്തതയിൽ എന്ന് പറഞ്ഞാൽ അത് അചഞ്ചലമാണ്, ഒരിക്കലും ചലിക്കാത്തതാണ്. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉയർച്ചയുമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം എപ്പോഴും ദൈവത്തിൽ അടിയുറച്ചതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം എപ്പോഴും ദൈവത്തിൽ ഉറച്ച വിശ്വാസമായിരിക്കട്ടെ. കാരണം മനുഷ്യന് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് പരിധിയുണ്ട്. ദൈവത്തിന് ആ പരിധിയില്ല. കാരണം ദൈവം പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.